സുഹൃത്ത് ബന്ധങ്ങൾ? ഞാൻ ഈ കൊച്ചിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 3 കൊല്ലം ബോംബെയിലായിരുന്നു. അതിനു മുമ്പ് ഒരു 4 കൊല്ലം ചെന്നൈയിലായിരുന്നു. ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ചാടിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് നല്ല ഫ്രണ്ട്ഷിപ്സാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള സർക്കിളിൽ ചില ആൾക്കാരുണ്ടാവും. ഇപ്പം എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അതിൽ നിന്നൊരു ഒരാൾ, ഇവർ രണ്ടുപേരും ഏകദേശം 4ാം ക്ലാസ് മുതലെന്തോ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ പല സ്ഥലങ്ങളിലേക്ക് ചാടുമ്പം ഞാൻ ഈ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ എനർജി ഫോക്കസ് ചെയ്യുക. അപ്പം ഈ ഫോണിൽ റെഗുലർലി വിളിക്കുക, എഴുത്തുകൾ എഴുതുക, മെസ്സേജ് ചെയ്യുക, ഐ എം ടെറിബിൾ അറ്റ് ദാറ്റ്. അത് ചെയ്യുന്നത് മുഴുവൻ തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള, മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ള ചില ഫ്രണ്ട്സൊക്കെ വിട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഡിസ്റ്റൻസ് ആണ്. ഇപ്പോഴും പണിയെടുത്താൽ തിരിച്ചു കിട്ടും, പക്ഷെ പണിയെടുക്കണം. ആ പണിയെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ സ്ഥലത്തൊരു ഫ്രണ്ട് സർക്കിള് ഞാൻ ഉണ്ടാക്കിയെടുക്കും. ബോംബെയിലായിരുന്നപ്പോൾ ഞാൻ ആദ്യത്തെ കൊല്ലം ബോംബെയിൽ ചെന്ന് ആരെയും അറിയാതെ ആ സിറ്റിയിൽ ചെന്നിട്ട് നേരെ ഡ്രാമ സ്കൂൾ മുംബൈ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അപ്പോൾ 13 പേര് 1.5 കൊല്ലം കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടി ഫ്രണ്ട്സ്. കൊച്ചിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ സിനിമയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സിനിമയിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ കുറവേ ഉള്ളൂ. കാരണം ഈ ഒരു 2 മാസം ഷൂട്ട് കഴിഞ്ഞ് അവരെല്ലാവരും വേറെ സെറ്റിലേക്ക് പോകും. ആർക്കും സമയമില്ല. നമുക്ക് എത്ര ഫ്രീ ടൈം, എത്ര ദിവസങ്ങൾ നമ്മൾ വീട്ടിലിരുന്നെന്ന് പറഞ്ഞാലും ആർക്കും സമയമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയിൽ നിന്നും ഒരു 1-2 ആൾക്കാരുമായിട്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്.